ശ്രീ മഹാദേവിയെ നമഃ. നമ്മൾ അസ്സാമിലെ ഗോഹട്ടിയിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കാമാഖ്യ മന്ദിരത്തിലാണുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മുടെ ഭാഗവതത്തിലൊക്കെ പറയുന്ന ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ദക്ഷൻ ഒരുക്കുന്ന ബൃഹസ്പതി സവം എന്ന യാഗവും ആ യാഗത്തിന് മഹാദേവനെ ക്ഷണിക്കാതിരിക്കുന്നതും, എന്നാൽ സതീദേവി തൻ്റെ അച്ഛൻ്റെ യാഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹാദേവൻ്റെ വാക്ക് പോലും കേൾക്കാതെ ദക്ഷയാഗത്തിന് പോകുന്നു. അവിടെ മഹാദേവൻ അപമാനിക്കപ്പെട്ടത് കണ്ടപ്പോൾ സഹിക്കാതെ മനസ്സ് നീറി സതി തൻ്റെ യോഗാഗ്നിയിൽ ജീവൻ ഉപേക്ഷിച്ചു, ദേഹം ഉപേക്ഷിച്ചു. പിന്നീട് മഹാദേവൻ ആ ദേഹവുമായിട്ട് രുദ്രതാണ്ഡവം നടത്തുന്നതും, ആ സതി എവിടെയൊക്കെ ചെല്ലുന്നു ആ സതിയുടെ ദേഹവുമായിട്ട് ആണ് മഹാദേവൻ ചെല്ലുന്നത് എന്ന് കണ്ടപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവാണ് തൻ്റെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരത്തെ 51 ഖണ്ഡങ്ങളാക്കിയിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് അത് വീണു എന്നുള്ളതാണ്. ആ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളൊക്കെ ശക്തിപീഠങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ ആ സതീദേവിയുടെ യോനിഭാഗം വീണ സ്ഥലമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ കാമാഖ്യ എന്ന ശക്തിപീഠം. വിളിച്ചാൽ വെളിപ്പുറത്ത് എന്ന് പറയുന്ന നല്ല അത്ഭുത ശക്തിയുള്ള ദേവിയാണ് കാമാഖ്യാദേവി. ബലിയൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ധാരാളം ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് പൗർണമിയാണ് ഇവിടെ ഏറ്റവും വിശേഷം. ആ പൗർണമി ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയൊക്കെ സഫലമാകും എന്നാണ് പറയുക. അങ്ങനെയുള്ള ആ കാമാഖ്യ ദേവിയുടെ സന്നിധിയിലാണ് നമ്മളുള്ളത്. ആ കാമാഖ്യ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശ്രീ മഹാകാളിയെ നമഃ.